ജനാധിപത്യ പരിസരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ സംവാദത്തെ ഭയക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ജനങ്ങളുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് മുഖ്യമന്ത്രി ആയാലും ശരി, പ്രതിപക്ഷ നേതാവായാലും ശരി. സംവാദത്തെ ഭയക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഭയക്കുന്നത്? ദിലീപ് കുമാർ അല്ലെ ഈ ദിലീപ് ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടതുപോലെ ഇപ്പം ഇവർ രണ്ടുപേരും നിയമസഭയിൽ എത്രയോ കൊല്ലങ്ങളായി ഡിബേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനും അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറയാനും ഒക്കെ അത്ര മടിയുള്ളവരൊന്നുമല്ല. അങ്ങനെയുള്ളവർക്ക് ഇതിലൊരു ഭയം എന്നൊരു വികാരം ഉണ്ടാവുമോ? അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ഈ ഡിബേറ്റിൽ ഏർപ്പെടുക, ഇവർ തമ്മിൽ സംവാദത്തിൽ ഏർപ്പെടുക എന്നത് കേരളത്തെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല. നിയമസഭയിൽ തന്നെ പല വിഷയങ്ങളിലും രണ്ടുപേരും കൊണ്ടും കൊടുത്തുമൊക്കെ പ്രസംഗിക്കുന്നതും ഈ ചർച്ച ചെയ്യുന്നതും കൊമ്പ് കോർക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പോലും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഏറെ നേരം ആ ഒരു സംവാദമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ആ സംവാദവും ഇതുമായി ചില വ്യത്യാസങ്ങളുണ്ട്. ആ സംവാദം എന്ന് പറയുന്നത് സ്പീക്കറാണ് അതിൻ്റെ ഒരു സഭാനാഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ആ സഭാ നടപടികൾക്കനുസരിച്ചുള്ള ചില ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ, അതിൻ്റെ ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് മുഖ്യമന്ത്രി ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം മറ്റൊരു ചർച്ചയിലേക്ക് നിയമസഭയ്ക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു ആ നിലയിലുള്ള ഒരു പൊതുസംവാദത്തിൻ്റെ തലത്തിലേക്ക് ഈ നിയമസഭയിലെ സംവാദത്തെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നിയമസഭയിൽ രണ്ടുപേരും നന്നായി ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇപ്പോൾ സ്പീക്കർക്ക് പകരം ഒരു മധ്യസ്ഥനെ അല്ലെങ്കിൽ ഈ സംവാദം നിയന്ത്രിക്കുന്ന ഒരാളിനെ വെച്ചുകൊണ്ടൊരു പ്രമുഖനായ ആരെങ്കിലും വെച്ചുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു സംവാദമാകാമായിരുന്നു. അത് രാജ്യത്ത് തന്നെ നേരത്തെ ഗോപികൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ ഒരു മാതൃക, ഒരു പുതിയ മാതൃക, അത് പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒക്കെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തുമൊക്കെ ആ നിലയിൽ നേതാക്കൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർ അവരൊരു തുറന്ന സംവാദം, അവരുടെ ചർച്ച, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് അവർ നടപ്പാക്കാൻ പോകുന്നത് എന്ന്, അവർ നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്മേലൊരു സംവാദം എന്ന നിലയിൽ കേരളം പല കാര്യങ്ങളിലും ലോകത്തിൽ ചെറിയൊരു അപകടം ഇത്രയേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകാൻ പോകുന്ന ആൾ നല്ല ഒന്നാന്തരം ഡിബേറ്റർ ആകണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ വഴുതി പോകാം. ഇംപ്ലിമെന്റ് ചെയ്യണം. ഡിബേറ്റിംഗ് നമ്മുടെ അസിത പറഞ്ഞ പോലെ ഒരു ആർട്ട് തന്നെയാണല്ലോ അതിനകത്തുള്ള കാര്യങ്ങൾ. ഇംപ്ലിമെന്റ് ചെയ്യണമെന്നല്ല, പക്ഷേ അതൊരു മാതൃകയായിരുന്നു. പല കാര്യങ്ങളിലും കേരളം ലോകത്തിന് മാതൃകയാണ്, രാജ്യത്തിന് മാതൃകയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതാ കേരളത്തിന്റെ ഒരു മാതൃക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർ തമ്മിൽ അവർ ഈ ആശയ സംവാദം നടത്തുന്നു, അവർ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഒരു മാതൃക തന്നെയായിരുന്നു. ഇതിപ്പോ നടപ്പിലാവുമായിരുന്നെങ്കിൽ ഇപ്പൊ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ സമന്വിതനായ സ്ഥാനാർത്ഥി ശ്രീരാമകൃഷ്ണൻ ഇവിടെ 6:30 സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് മൈക്കിൽ അനൗൺസ് കൊണ്ടുപോലും എന്ന് പറയുന്നത് പോലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് വൈകുന്നേരം ടെലിവിഷൻ ചാനലുകളിൽ ഏറ്റുമുട്ടുന്നു, കാണുവിൻ കേൾക്കുവിൻ എന്നൊക്കെ പറഞ്ഞ് നാട്ടിൻപുറത്തൊക്കെ അനൗൺസ്മെന്റ് സംഭവമായിരുന്നു. പക്ഷേ മാത്രമല്ല, ഇത് പൊലിപ്പിക്കാനും പെരിപ്പിക്കാനും നമുക്ക് പറ്റിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.